ഈ വീഡിയോയിൽ നമ്മൾ ഓഗസ്റ്റ് ഓഫറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓഗസ്റ്റ് ഓഫർ 1940. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരുടെ സഹായം കൂടെ ചോദിക്കുകയുണ്ടായി. നമുക്ക് യുദ്ധം ജയിക്കണമെങ്കിൽ ഇന്ത്യക്കാരുടെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരുടെ സഹായം ചോദിച്ചു. ആ സമയത്ത് ഇന്ത്യക്കാർ പറഞ്ഞു, ഓക്കെ, നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും നമുക്ക് തിരിച്ച് അതിനൊരു പ്രതിഫലമായിട്ട് തരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ലോർഡ് ലില്ലിംഗോ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർക്ക് കൊടുത്ത ഒരു ഓഫറാണ് ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. അത് കൊടുത്ത ദിവസം എന്ന് പറയുന്നത് 8 ഓഗസ്റ്റ് 1940. അപ്പോൾ ഓഗസ്റ്റ് ഓഫറിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഓക്കെ ഇന്ത്യക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു തരാം എന്ന കാര്യത്തിന് ഓഫറായിട്ട് കൊടുത്തത്, ഒന്ന് ഡൊമിനിയൻ സ്റ്റാറ്റസ്, അതായത് പുത്രിക രാജ്യ പദവി ഇന്ത്യക്കാർക്ക് കൊടുക്കാം എന്നുള്ളതാണ് ഒന്നാമത്തെ മെയിൻ ഫീച്ചർ, അല്ലെങ്കിൽ ഒന്നാമത്തെ ഓഗസ്റ്റ് ഓഫറിലെ പോയിൻ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കാനായിട്ട് നമ്മൾ അനുവദിക്കാം. അതുപോലെ മൈനോറിറ്റീസിനെ നമ്മൾ സേഫായിട്ട് നടത്താം. മൈനോറിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും മുസ്ലിം ലീഗ് പോലെയുള്ള മൈനോറിറ്റി ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിനെ കൂടെ നമ്മൾ എന്ത് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. അടുത്തതെന്ന് പറയുന്നത് എക്സ്പാൻഷൻ ഓഫ് ഗവർണർ ജനറൽ കൗൺസിൽ വിത്ത് മോർ റെപ്രസെൻറ്റേറ്റീവ് ഫോർ ഇന്ത്യൻസ്, അതായത് ഗവർണർ ജനറലിൻ്റെ കൗൺസിലിൽ കൂടുതൽ ഇന്ത്യക്കാരെ കൂടെ ഉൾപ്പെടുത്താം. ഇങ്ങനെ മെയിനായിട്ട് 3 ഓഫറുകളാണ് ഓഗസ്റ്റ് ഓഫറിൽ ബ്രിട്ടീഷ് ഇന്ത്യക്കാർക്ക് വേണ്ടി മുന്നോട്ട് വെച്ചത്. ഇത് നടന്ന ദിവസം 8 ഓഗസ്റ്റ് 1940. ആര് ഭരിച്ചിരുന്ന സമയത്താണ്? വിസറോയ് ആയിട്ട് ലോർഡ് ലില്ലിംഗോ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ പോയിൻ്റ് ഒരു ഡൊമിനിയൻ സ്റ്റാറ്റസ്, അതായത് പുത്രിക രാജ്യപദവി കൊടുക്കാം. രണ്ടാമത്തത് ഇന്ത്യക്ക് സ്വന്തമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനും മൈനോറിറ്റിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഗവർണർ ജനറലിൻ്റെ കൗൺസിലിൽ കൂടുതൽ ഇന്ത്യക്കാരെ കൂടെ ഉൾപ്പെടുത്താം. പക്ഷേ ഇത് ഇന്ത്യക്കാർക്ക് അത്രയ്ക്ക് വിശ്വസനീയമായില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസും മുസ്ലിം ലീഗും ചേർന്നിട്ട് ഒരുമിച്ച് ഈ ഒരു ഓഫറിനെ നിരസിക്കുകയാണ് ഉണ്ടായത്. നമുക്ക് ഇങ്ങനെ പുത്രിക രാജ്യപദവി ഒന്നും വേണ്ട, ഒരു സെൽഫ് ഗവൺമെൻറ് ഫോം ചെയ്യാനുള്ള ഒരിത് നമുക്ക് തരണം എന്നാണ് ഇന്ത്യക്കാർ പറഞ്ഞത്. അത് പറഞ്ഞുകൊണ്ട് ഈ ഓഗസ്റ്റ് ഓഫറിനെ ഇന്ത്യക്കാർ നിരസിച്ചു.